മഴക്കാലൊക്കെ ആകുമ്പോഴേ ഈ ഒരു പുളിയും റംബൂട്ടാനും ചക്കയും മാങ്ങയും ഈ കൊക്കോക്കായൊക്കെ കുറേ കിട്ടാറുണ്ടേ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ പറിക്കുന്ന വീഡിയോസ് ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പൊ എന്റെ വീടിന്റെ ബാക്ക് സൈഡിലായിട്ടാട്ടോ ഈ സാധനങ്ങളൊക്കെ നിൽക്കുന്നേ. അപ്പൊ നമ്മള് കൊക്കോക്കായും പുളിയും പിന്നെ കുറച്ച് വിറകൊക്കെ എടുക്കാനുണ്ട്. അതുകൊണ്ട് ആ കാടിന്റെ അവിടെ പോയിട്ടാട്ടോ എടുക്കുന്നത്. കാടല്ലാതെ റബ്ബർ തോട്ടം പോലെയാണ്. എന്താ മൊത്തം പുല്ല് പിടിച്ചെടുക്കുക മഴയൊക്കെ ആയിട്ട്. ഇതിന്റെ ഉള്ളിലാ കൊക്കോ നിക്കുന്നത്. അവിടെന്ന് നമ്മൾ കുറച്ച് ഒരു 5-6 കൊക്കോ പറിച്ചെടുത്തിട്ടുണ്ട്. ഞാനടുത്ത് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഈ കൊക്കോന്റെ കുരു വെച്ചിട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാന്ന് ഓർത്തിട്ടാണ് ഇത്രയും കൂടുതൽ പറിച്ചെടുത്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുളി പറിക്കാൻ പോയിട്ടുണ്ട്. ഇതാണ് ഇവിടെ മൊത്തം പുല്ല് പിടിച്ച് കിടക്കുക കേട്ടോ. നേരത്തെ ഒക്കെ ഇത്രയും പുല്ലില്ലായിരുന്നു. ഇപ്പൊ മഴയായോണ്ടേ പുല്ല് പിടിച്ച് കിടക്കുക. നടക്കാനൊന്നും സ്ഥലമില്ല. ഈ കാണുന്ന കുറച്ച് സ്ഥലത്തൂടെയൊക്കെ നടന്നു പോകുന്നത്. പിന്നെ പുളി കണ്ടിട്ടുണ്ടായിരുന്നു. പുളി ഈ മരത്തിന്റെ താഴെ ആയിട്ടാണ് കേട്ടോ. അവിടെയാണെ വെള്ളമൊക്കെ വീണ് കിടക്കുവാണ്. പിന്നെ നമ്മളൊരു കണക്കിന് പോയിട്ട് കുറച്ച് പറിച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ കുറെ മഴ പെയ്ത് പിന്നെ കുറെ ഒന്നും പറിക്കാൻ പറ്റില്ല. കാരണം മേളിലാണ്. പിന്നെ താഴെ വീണ് കിടന്നതൊക്കെ കുറെ പെറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തരം പുളി നിങ്ങളെല്ലാം പറിച്ചിട്ടുണ്ടോ? എന്തായാലും പറിച്ചിട്ടുണ്ടാവും. വീട്ടിലൊക്കെ ഉണ്ടാവും ഒരിക്കലേ. ഞാനെന്തായാലും ഇപ്പൊ ഇത് കുറച്ചൊക്കെ കിട്ടിയത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉണക്കാൻ തോന്നുന്നു. വെയിലുണ്ടെങ്കിൽ ഉണക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കണ്ടല്ലോ. അപ്പൊ കുറച്ച് കിട്ടിയപ്പോൾ എന്തായാലും പറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വിറകുണ്ടോന്ന് നോക്കണം. കാരണം നമ്മൾ അടുപ്പിലാ ഈ ചോറിനും ചൂടുവെള്ളമൊക്കെ വെക്കുന്നതേ. അപ്പൊ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വിറകൊന്നുമില്ല. അപ്പൊ ആ പറമ്പിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന് നോക്കണം. ഇത് നമ്മുടെ സ്ഥലമൊന്നുമല്ല കേട്ടോ, വേറെ ആരുടെയോ പറമ്പാണ്. അപ്പൊ ഇവിടെ പുളി ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട്. ആർക്കും വേണ്ടാതെ കിടക്കുക. കുറെയൊക്കെ ചീഞ്ഞ് നിലത്ത് പോവാ. അതുകൊണ്ട് നമ്മൾ പറിച്ചെടുത്ത കേട്ടോ. ആർക്കും വേണ്ടാതെ ചുമ്മാ കിടക്കല്ലേ, അതുകൊണ്ട് എടുത്താണ്. പിന്നെ നമ്മുടെ ചാനലിൽ ആദ്യത്തെ ലോങ് വീഡിയോ ആട്ടോ. ഞങ്ങൾ കൂടുതൽ ഇടാറ് ഷോർട്സ് ആണ്. പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടെങ്കിൽ ഇത് എങ്ങനെ ഇടണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതൊന്നും ഞങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല. പിന്നെ ഏകദേശം ഒരു ഇത് വെച്ച് എടുത്താണ്. പിന്നെ ഇതിലുണ്ടായിരുന്ന വോയിസ് ഒക്കെ ഒട്ടും കേൾക്കാനോ കാര്യങ്ങളൊന്നും പറ്റുന്നില്ല. ഞങ്ങളുടെ സാധാ ഫോണിൽ എടുക്കുന്ന വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ട്. പുളി പറിച്ചുകൊണ്ട് ഇന്നിപ്പോൾ നല്ല മഴയായിരുന്നു ഗൈസ്. അതുകൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോന്നു. ബാക്കി വിറകൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ വീട്ടിലുള്ള റംബൂട്ടാൻ മരത്തിന് കിട്ടിയ കേട്ടോ. വീടിന്റെ മുകളിലോട്ട് കുറെ ചില്ലകൾ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാം വെട്ടിയപ്പോ കിട്ടിയതാ. ഇത് മഞ്ഞ കളറാട്ടോ റംബൂട്ടാൻ. പിന്നെ കുറെയൊക്കെ പഴുത്തിട്ടുണ്ട്, കുറെ പച്ചയാണ്. പച്ചയാണെങ്കിൽ അതിന് നല്ല മധുരം കേട്ടോ, ചവർപ്പൊന്നുമില്ല. അപ്പൊ എന്തായാലും പച്ചയും പഴുത്തൊക്കെ ആയിട്ട് തിരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും അഭിപ്രായമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് പറയണം കേട്ടോ. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഞാൻ പുതിയ ചാനലാണ്, ഷോർട്സ് ആണല്ലോ കൂടുതൽ ഇട്ടേക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഈ റംബൂട്ടാൻ പച്ചയാട്ടോ. പക്ഷെ ഞാനിത് കഴിച്ച് കാണിച്ചു തരുന്നത് വേറെ ഒന്നല്ല. ഇത് നല്ല മധുരമുണ്ട്, ചവർപ്പൊന്നുമില്ല. തൊലിന്റെ കളർ ആ പച്ചയാന്നേ ഉള്ളൂ. പക്ഷെ മഞ്ഞ കളറാകുമ്പോൾ ഇതിലും നല്ല മധുരമാണ്. ആ കുരുന്നൊക്കെ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് കടിക്കുമ്പോൾ പോരോട്ടോ. പിന്നെ നമ്മൾ പെറുക്കി കൊണ്ടുവന്ന പുളി ഉണ്ടല്ലോ, അത് ഈ ഒരു കുഞ്ഞു കവർ നിറച്ചുണ്ട്. കുഞ്ഞു കവറല്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ ഈ പുളിയിലൊക്കെ നല്ല ചെളിയും മണ്ണൊക്കെ കേട്ടോ. നമ്മളത് പറിച്ചോണ്ടിരുന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. പിന്നെ താഴെ കിടന്നതൊക്കെ കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നേ. ഇനി ഇതിൽ 1-2 ഇങ്ങനെ കേടായതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ പച്ച പോലത്തെ 2-3 വീണും പോയി. പിന്നെ നമ്മൾ പറിച്ചതും ഉണ്ട്. അതും അരിഞ്ഞ് ഉണക്കാൻ തോന്നുന്നു, എനിക്കറിയില്ല കറക്റ്റ്. എന്നാലും ഉണക്കി നോക്കാം. പിന്നെ ഇനി ഇതെല്ലാം കഴുകി എടുക്കാനുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ ആരും തിന്നിട്ടുണ്ടോ? കുരുവല്ല, ഇതിൻ്റെ ഉള്ളിൽ പൊട്ടിക്കുമ്പോൾ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഇത് കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ നേരത്തെ കഴിക്കും. പിന്നെ ഇതിൽ കറയുണ്ടെന്ന് തോന്നുന്നു. ഒത്തിരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറുവേദനയൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല. കുറച്ചൊക്കെ ഇങ്ങനെ തിന്ന് നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ച് ആ കുരു ആ ഞെട്ടും കളഞ്ഞിട്ട് ഇനി കഴുകി എടുക്കണം. കഴുകി എടുത്തിട്ട് വേണം മേളിൽ കൊണ്ട് ഉണക്കാനിടാൻ. ഇപ്പൊ കണ്ടില്ല, നല്ല മഴയായി. ഇനിയിപ്പോ ഉണക്കാനായിട്ട് വെയിലൊന്നുമില്ല. വീടിന്റെ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ടിട്ട് വേണം. ഇതിന്റെ വെള്ളം വലിഞ്ഞ് കഴിയുമ്പോൾ അടുപ്പിന്റെ അങ്ങോട്ട് കൊണ്ടുവന്നിടണം. അടുപ്പിന്റെ മുകളിലില്ലേ, അവിടെ ഇങ്ങനെ കൊണ്ടുവന്നിടുമ്പോൾ ആ പുക കൊണ്ട് ഇത് ഉണങ്ങിക്കോളൂ കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ കാണുമ്പോൾ കുറേ ഉള്ള പോലെ തോന്നുമെങ്കിലേ ഉണക്കിയൊക്കെ വരുമ്പോൾ കുറച്ചുണ്ടാവത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടതാട്ടോ, ഈ റംബൂട്ടാൻ വെച്ചിട്ട് ഉപ്പിലിടുന്നത്. അത് പഴുത്തതാണോ അതോ പച്ച എടുത്തിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ, ഒന്ന് ഇട്ട് നോക്കാം. എന്തായാലും ഇവിടെ കുറേ ഉണ്ട്. പിന്നെ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഒന്ന് പറ. അടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തരാലോ. കാരണം ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ കേടായി പോകത്തേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ പുളിയും എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൊക്കോ,
ഇത് പൊട്ടിച്ചപ്പോണ്ടല്ലോ ഞാൻ ആദ്യം വിചാരിച്ചതിനകത്ത് ഇത് പുഴു ഇരിക്കാന്നാട്ടോ. പക്ഷെ അതിനകത്ത് നമ്മുടെ ചക്കക്കുരു ഒക്കെ മുള വരത്തില്ലേ, അതുപോലെ ആ കുരുന്ന് ഇങ്ങനെ മുള വരുമോ വന്നേക്കുവാ. ഞാനത് കഴിച്ചു നോക്കി, മധുരമുണ്ട്, പക്ഷെ ഇതില് ഇത് കുറവാട്ടോ കഴിക്കാൻ കിട്ടുന്നത്. കുരു നല്ല വലിപ്പമായി പോയി, അതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ 2 എണ്ണം മാത്രം കഴിക്കാൻ വെച്ചിട്ട് ബാക്കി എല്ലാം എടുത്തിട്ടോ. അതൊന്ന് കഴുകി അതും ഈ പുളി എല്ലാം കൂടി കൊണ്ടുപോയി വീടിന്റെ മുകളിൽ കൊണ്ടിടുക കേട്ടോ. അതുപോലെ ഒരു ഷീറ്റ് വിരിച്ചിട്ടാട്ടോ ഇടുന്നേ. പിന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് വിടർത്തിട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഉണങ്ങലൊക്കെ കണക്കായിരിക്കും, കാരണം വെയിലില്ലല്ലോ, നല്ല മഴയാ. പിന്നെ നമ്മൾ കൊക്കോ ഉണക്കാൻ ഇടുമ്പോഴേക്കും ഞാനൊരു പത്രക്കടലാസ് വിരിച്ചിട്ടാട്ടോ ഇടുന്നത്. വേറെ ഒന്നല്ല, അതിലൊരു ഇങ്ങനെ ജെല്ല് പോലത്തെ എന്തൊരു സംഭവം അല്ലേ, അപ്പൊ അതിങ്ങനെ ഷീറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങത്തില്ല, അത് ഇങ്ങനെ കിടക്കും. അപ്പൊ ഈ ഒരു പേപ്പറോ എന്തെങ്കിലും വിരിച്ചിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ ആ വെള്ളം പെട്ടെന്ന് വലിയും. അതിന് വേണ്ടിയിട്ടാട്ടോ ഞാനപ്പോൾ അതും കൂടി ഇടുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ, കാരണം രണ്ടും കൂടി കിടന്ന് ഉണങ്ങിക്കോട്ടെ. ഈ കൊക്കോ ശരിക്കും ഉണങ്ങണം കേട്ടോ. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തതാണ് ഉണക്കിയിട്ട്, പക്ഷെ പുറം മാത്രമേ ഉണങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, അകം നന്നായിട്ട് ഉണങ്ങാഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടേ റെഡി ആയില്ലായിരുന്നു. ഞാൻ അത് കളഞ്ഞു. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വൈകുന്നേരം ഒരു രാത്രിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ പോയിട്ട് കുറച്ച് വിറക് എടുത്തിട്ടുണ്ട്. അവിടെ ഒരു മരം വീണ് കിടപ്പുണ്ടായിരുന്നേ, അത് ഞങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കാരണം കത്തിക്കാനാവുമല്ലോ എന്ന് ഓർത്തിട്ടാ. അങ്ങനെ എടുത്തു. വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, 6 മണി 6:30 ആയിട്ടുണ്ട്. പിന്നെ ഇനിയും അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് എടുക്കാൻ പറ്റിയില്ല, കാരണം ഒത്തിരി ഇരുട്ടായില്ലേ. നമുക്ക് അവിടെ ഒന്നാമതെ കാട് പിടിച്ച് കിടക്കുമല്ലേ, മൊത്തത്തിൽ ഇരുട്ടും ഇല്ലാണ്. ഈ ഫോണിൽ കാണുമ്പോൾ ഇത്രയും വെട്ടം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, അവിടെ ഭയങ്കര ഇരുട്ടും പിന്നെ ആൾതാമസമൊന്നും ഇല്ലാതെ കിടക്കുമല്ലേ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോകുന്നു അത് മാത്രം എടുത്തിട്ട്. അപ്പൊ കിട്ടിയ വിറകൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമന്റ് ഒക്കെ ഒന്ന് ചെയ്യണേ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഞങ്ങൾ അറിയിക്കണം, എന്നാലല്ലേ അറിയുള്ളടാ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ.